കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. SUT റോയൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. എത്രയാ? 50. ഡോക്ടർ രാധിക അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന റൂം ഏതാ? ഡോക്ടർ നരേന്ദ്രന്റെ വൈഫല്ലേ? അതെ. റൂം 685 താങ്ക് യു.
എന്റെ അമ്മു. എന്റെ അമ്മുവിനെ ഒന്നിങ്ങ് തരുമോ? കൃഷ്ണ തനിച്ചാ വന്നേ. കൃഷ്ണ ഇരിക്കെ. മോളെ, നരേട്ടൻ എന്ത് വാങ്ങാൻ പുറത്തേക്ക് പോയതാ. കൃഷ്ണയ്ക്ക് പോകാൻ ധൃതിയുണ്ടോ? നരേട്ടൻ വന്ന് എന്റെ അമ്മൂനൊന്ന് കണ്ടിട്ടേ മോളെ കൊണ്ടുപോകാവേ. മോളെ, അമ്മു വയറൊട്ടിക്കിടക്കുക. മോളൊന്നും കഴിച്ചില്ലേ? ഇല്ല, പാല് കൊടുത്തിട്ട് കുടിച്ചില്ല. ഞാൻ പാല് കൊടുത്തോളാം. കൃഷ്ണ എന്തെങ്കിലും കഴിച്ചോ? രാവിലെ അവിടുന്ന് പുറപ്പെട്ടതല്ലേ. നരേട്ടൻ വരട്ടെ, കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാൻ പറയാം. മോളെ, എന്തടാ? നരേട്ടാ, നമ്മുടെ കുഞ്ഞോ? മോളെങ്ങനെ ഇവിടെ വന്നേ? എടാ അമ്മു, വാവേ. ആരാ കുഞ്ഞിനിവിടെ കൊണ്ടുവന്നേ? കൃഷ്ണയെ കൊണ്ടുവന്നേ. കൃഷ്ണയോ? എവിടെ? ഇവിടെ. എവിടെയാണോ? ഇവിടെ നിപ്പുണ്ടായിരുന്നു. നരേട്ടൻ വരുമ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നരേട്ടൻ വരുമ്പോ ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എവിടെ? പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് നോക്ക് നരേട്ടാ. കൃഷ്ണ, കൃഷ്ണ. ഇവിടെയെങ്കിലും ഇല്ലല്ലോ രാധികെ. എടോ, താൻ പറഞ്ഞ സത്യമാണോ? കൃഷ്ണൻ തന്നെയാണോ കുഞ്ഞിനെ കൊണ്ടുവന്നേ? അതെ. ഇനി അവള് പോയി കാണുമോ നരേട്ടാ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം.
കണ്ടോ നരേട്ടാ? ഇല്ല, അവിടെ എങ്ങും കൃഷ്ണയെ കണ്ടില്ല. ഇല്ല, കൃഷ്ണ വല്ലതും പറഞ്ഞായിരുന്നോ രാധികയെ? ഇല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്താ നരേട്ടാ? എടോ, ടീച്ചറിന്റെ വീട്ടിൽ നിന്നായിരിക്കോ കൃഷ്ണ വന്നിരിക്കുക? ഞാനതൊന്നും ചോദിച്ചില്ല. കുഞ്ഞിനെ കണ്ടപ്പോ ഞാൻ എല്ലാം മറന്നുപോയി. കൃഷ്ണ കൃഷ്ണ ഇനി വരുവോ നരേട്ടാ? ഇനിയും നമ്മുടെ അമ്മുവിനെ കൃഷ്ണ കൊണ്ടുപോവോ? മോളെ നമുക്ക് നഷ്ടപ്പെടുവോ നരേട്ടാ? അതിപ്പോ നമുക്കെങ്ങനെ പറയാൻ കഴിയും? നമുക്കിപ്പോ തന്നെ ഡിസ്ചാർജ് ആയി പോയാലോ? എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല. എടോ, എല്ലാം അറിയാവുന്ന താൻ തന്നെ ഇങ്ങനെ പറഞ്ഞാലോ? മോളെ കണ്ടതുകൊണ്ടാണോ തനിക്കിപ്പോ അസുഖമൊന്നുമില്ലെന്ന് തോന്നുന്നത്? അല്ല, ഞാനിപ്പോ വേണ്ട, താനൊന്നും പറയണ്ട. ഡിസ്ചാർജിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർമാര് തീരുമാനിച്ചോളൂ. കൃഷ്ണ ഇനിയും വന്നാലും നരേട്ടാ? നരേട്ടൻ എന്തോ ഒന്നും പറയാത്തെ? ഞാൻ എന്ത് പറയാനാ? താൻ പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോ കഴിഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ താൻ. ആഗ്രഹങ്ങൾക്കും ഒരു പരിധിയുണ്ട്. അതിന്റെ വേദന അനുഭവിച്ചതാണ് നമ്മൾ. ടീച്ചറിന്റെ വീട്ടിലോട്ടൊന്ന് വിളിച്ചു ചോദിച്ചാലോ? എന്തിന്? കൃഷ്ണയെ കുറിച്ച്. വേണ്ട, ഇപ്പൊ ഇനി എങ്ങോട്ടും വിളിക്കണ്ട. അന്വേഷിച്ചു പോവുകയും വേണ്ട. ആ വാതിൽ അടച്ചേക്ക്. ഇവനാണ് തുറുപ്പുകുലൻ. ഇവനെ വെട്ടാൻ പറ്റുന്ന വെട്ടടാ. ഇന്ന പോലെ അളിയാ നോക്കടാ, ഒരു പെണ്ണിനോർത്ത് ഓടിച്ചോണ്ട് വരണം. ട്രെയിൻ ട്യൂബിൽ തള്ളിയിട്ട് കൊല്ലാനാണെന്നാ തോന്നുന്നത്. ഇതുപോലല്ലേ കഴിഞ്ഞ ആഴ്ച ഒരു പെങ്കൊച്ച് ചത്തത്? അതുപോലെയൊക്കെ കൊല്ലാനായിരിക്കും ഇവന്റെയൊക്കെ പരിപാടി. ഇതങ്ങനെ വിടരുത്. വരണടാ. അവനെ കൊച്ചിനെ തള്ളിയിട്ടു. നമുക്ക് വേറെ ആശുപത്രിയിൽ എത്തിക്കാം.
പിടിക്കടാ അവനെ. വേഗം വേഗം കൊണ്ടുവാ, കൊണ്ടുവാ. ആ, പെട്ടെന്ന് കൊണ്ടുവാ. വാ. നടക്ക തോമസേ, സാർ. ഇതാ നമ്മുടെ വീട്. ഈ മുതലിനെ അകത്തുകൊണ്ടേ സൂക്ഷിച്ചു വെക്ക്. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഉരയ്ക്കാതെ കൊണ്ടുപോ. ചെല്ല്, ആ. എന്താടോ ഒരു ആൾക്കൂട്ടം? കള്ളന്മാരെല്ലാം കൂടെ കൂട്ടത്തോടെ വന്ന് കീഴടങ്ങിയോ? ഇവര് കള്ളന്മാരല്ല സാറേ, വേറൊരുത്തനെയും പിടിച്ചോണ്ട് വന്നതാ. എന്തിന്? ആ മറുതാമുക്കിലൊരു പെണ്ണിനെ ട്രെയിനിന്റെ മുമ്പിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നാ യവന്മാര് പറയുന്നേ. അവനെവിടെ? സാർ അവൻ ആശുപത്രിയില്ല സാർ. ആശുപത്രിയിലോ? അതെ സാർ, യവന്മാര് അവനെ ഇടിച്ച് പഞ്ചറാക്കി. ഇവിടെ കൊണ്ടുവരുമ്പോ ബോധം പൊക്കണമൊന്നും ഇല്ലായിരുന്നു സാർ. ചത്തുപോകുമെന്ന് പേടിച്ച് അവനെ ആശുപത്രിയിലാക്കി സാർ. മിടുക്കന്മാർ, ന്യൂ ജനറേഷൻസ്. ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചവരാ നിങ്ങൾ. അവനെ നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. അവനിനി പെട്ടെന്നൊന്നും എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല. സാർ, ദേ ഇത് അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് സാർ. സേതുമാധവൻ അവനവിടെ കൊല്ലാൻ ശ്രമിച്ചു സാർ. ഇടിച്ചെല്ലാത്തിന്റെ പരിപ്പ് ഞാൻ ഇളക്കും. നിന്നെയൊക്കെ ആരാടാ പോലീസിന്റെ പണി ഏൽപ്പിച്ചത്? എടാ, നീയൊക്കെ ഇടിച്ചവൻ ചത്തുപോയാൽ ആര് സമാധാനം പറയൂടാ? അയ്യോ, ഒന്നും ചെയ്യരുത് സാറേ. തോമസേ, സാർ. സാർ. ഇതിനെയൊക്കെ വാരി പറക്കി അകത്തിട്. അയ്യോ സാർ, ഞങ്ങളൊന്നും ചെയ്യരുത്. സാർ, അയ്യോ. ഓ, ഇപ്പോഴാ ഒരു സമാധാനമായത്. ലോക്കപ്പ് നിറച്ച ആളായി. എടൂ, ആ പെണ്ണ് ഏത് ഹോസ്പിറ്റലിലാ? ഐഷ മെമ്മോറിയൽ ഹോസ്പിറ്റലില്ല. എടോ തോമസേ, ഒന്ന് വേഗം പാടൂ. തോമസേ, സാർ. വാ. ആ, നിങ്ങളിവിടെ നിൽക്കും. രവി, നമസ്കാരമുണ്ട്. ഹലോ. എങ്ങനെയുണ്ടാ കുട്ടിക്ക്? ഡീപ്പ് ഹെഡ് ഇഞ്ചറിയാ, വെരി ക്രിട്ടിക്കൽ സ്റ്റേജ്. 48 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ കാണാൻ കഴിയില്ല? ഇല്ല, CT സ്കാൻ എടുത്തോണ്ടിരിക്കുക. ചിലപ്പോഴാണെങ്കിൽ ഒരു സർജറി വേണ്ടി വന്നു. ബൈ ദ ബൈ, ആ കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? പ്രതിന്ന് സംശയിക്കുന്ന ഒരാളെ നാട്ടുകാർ പിടികൂടിയെന്നല്ലാതെ മറ്റൊരു വിവരം കിട്ടിയിട്ടില്ല. എന്നിട്ട് അയാളൊന്നും പറഞ്ഞില്ലേ? എങ്ങനെ പറയാന്? കയ്യിൽ കിട്ടിയപ്പോ തന്നെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അവന്റെ മേലിലങ്ങ് മേഞ്ഞില്ലയോ? അവൻ ഈ ആശുപത്രിയിലുണ്ട്. അവനെയും കൂടെ ഒന്ന് കാണാനാ ഞാൻ വന്നു. ഓ, അയാളോ? അയാൾക്ക് അതിന് ബോധമൊന്നുമില്ലല്ലോ. ആ കുട്ടി അന്വേഷിച്ച് ആരെങ്കിലും വന്നോ? ഇതുവരെ ആരും വന്നില്ല. ആ, മീഡിയ കവർ ചെയ്തിട്ടുണ്ട്, TV ന്യൂസും വരുന്നുണ്ട്. അത് കണ്ടിട്ട് ആരെങ്കിലും വന്നേക്കും. രണ്ടിൽ ആർക്കെങ്കിലും ബോധം വീണാലേ കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലാവും. ആ പെണ്ണിനോ അവനോ ബോധം തെളിഞ്ഞാലേ അപ്പൊ തന്നെ സ്റ്റേഷനിൽ വിവരം ഓ, അറിയിക്കും. അറിയിക്കാം. ഡോക്ടർ പ്ലീസ്, ആ. ആ പേഷ്യന്റ്. ജസ്റ്റ് എ മിനിറ്റ്. തോമസേ, സാർ. ഇവിടെ ഡ്യൂട്ടിക്ക് എത്ര പേരുണ്ട്? 2 പേരുണ്ട് സാർ. താമ്പാ. ആ.
രാത്രിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരുപാട് സീരിയസ് ആണെന്ന് എക്സ്ക്യൂസ് മീ, ഡോക്ടർ രവി. തോന്നുന്നു. ഡോക്ടർ റൂമിലുണ്ട്, ചെന്നാ മതി. ഓക്കെ, താങ്ക് യു. മേ ഐ കം ഇൻ, ഡോക്ടർ? യെസ്, കം ഇൻ. ഇരിക്കൂ. താങ്ക് യു, ഡോക്ടർ. പറയൂ. ഞാൻ നന്ദഗോപൻ, ട്രിവാൻഡ്രത്ത് ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുക. ഓഹോ. ആക്സിഡൻറ്റിൽപ്പെട്ട പെൺകുട്ടിയെക്കുറിച്ചുള്ള ന്യൂസ് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ആ കുട്ടിയെ മിസ്റ്റർ നന്ദഗോപൻ അറിയൂ? യെസ്. ഇത് തന്നെയല്ലേ ഡോക്ടർ ആ പെൺകുട്ടി? യെസ്, ഇതാ കുട്ടി തന്നെ. ഞാനും കൃഷ്ണനും തമ്മിലുള്ള വിവാഹം നാളെ നടത്താനിരുന്നതാ.